ഇന്ന് ബാക്കി എല്ലാ ദിവസങ്ങളെയും പോലെ തന്നെ സാദാ ഒരു നോർമൽ ഡേ ആയിരുന്നു കേട്ടോ. വലിയ എന്താ പറയുക, ടെൻഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ലായിരുന്നു. ഒരു നോർമൽ ഡേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. പിന്നെ ആദ്യമേ വീഡിയോയിൽ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് ഒരു ലൈക്ക് തരണേ എൻ്റെ വീഡിയോയ്ക്ക്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് എഴുതി അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ എന്നത്തെയും പോലെ തന്നെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. രാവിലെ അപ്പമാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഇന്ന് നീലൂട്ടനെ അംഗൻവാടിയിൽ വിടുന്നില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് നമ്മൾ വീട്ടിലില്ലായിരുന്നു. ഓരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടി വന്നതുകൊണ്ട് തുണികളൊന്നും നനയ്ക്കാനായിട്ട് പറ്റിയില്ല. വീട്ടിലിടുന്ന തുണികൾ ഞങ്ങളുടെ 3 പേരുടെ, പിന്നെ ഇട്ടുകൊണ്ട് പോയ ഓരോ കാര്യങ്ങൾക്കും ഇട്ടുകൊണ്ട് പോയ തുണികളും എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക കേട്ടോ. അപ്പോൾ രാവിലെ നീലുവിനെ കൊണ്ടുവിടുന്നത് ചേട്ടായി കൊണ്ടുവിട്ടോളും, അതിലെനിക്ക് പ്രശ്നമില്ല. പക്ഷേ തിരിച്ച് വിളിക്കാനായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് 2:45 ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ ആ സമയത്തേന് ഞാൻ ഈ തുണിയെല്ലാം നനച്ച് കഴിഞ്ഞ് കുളിച്ചൊക്കെ റെഡിയായി വരുമോ എന്ന് ഉള്ള ഒരു ടെൻഷൻ കാരണം, ടെൻഷൻ അടിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു നീലുവിനെ ഇന്ന് വിടണ്ട, നാളെ വിടാമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഈ ഒരു കാര്യം കൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ വെപ്രാളം പിടിക്കേണ്ടി വരും. വെപ്രാളം പിടിച്ച് ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ശരീരം വിറയ്ക്കും, ഭയങ്കര അസ്വസ്ഥതയാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവനിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നീലുവിനെ ഇന്ന് അംഗൻവാടിയിൽ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ പയ്യെ സമാധാനത്തിലാട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം. അപ്പോൾ അവ എണീറ്റിട്ടില്ല. അവ എണീറ്റിട്ട് ഇനി പല്ലൊക്കെ തേപ്പിച്ചിട്ട് അവന് കാപ്പി കൊടുത്താൽ മതി. ഞാൻ ചേട്ടായിക്കുള്ള കാപ്പി റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ അപ്പവും മീൻകറിയാന്നേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായയും കൂടി ഇടുന്നുണ്ട്. ചായ എനിക്കാട്ടോ. ചേട്ടായിക്കുള്ള കട്ടനിട്ട് ഞാൻ കൊടുത്തു. ചേട്ടായി ഉണർന്നിരിക്കും കേട്ടോ. ഉണർന്നിട്ട് മൊബൈലും നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. മൊബൈലിൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് ഞാൻ ചേട്ടായി എണീറ്റു എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. പോയി നോക്കിയപ്പോൾ ഉണർന്ന് കിടക്കുക. പിന്നെ വന്നിട്ട് കട്ടനിട്ടിട്ട് എനിക്ക് നീലൂട്ടൻ ഇന്ന് ചായ കൊടുക്കുന്നില്ല, എനിക്കുള്ള ചായ ഇട്ടു കേട്ടോ. കാരണം നീലൂട്ടന് ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചായ കൊടുക്കാറില്ല. ഇപ്പം അവ എണീറ്റിട്ടില്ല, മെയിൻ അതുകൊണ്ടാണ്. അപ്പോൾ എണീക്കാതിരിക്കുന്നത് കൊണ്ട് അവൻ വഴക്കുണ്ടാക്കത്തില്ല, ചായയുടെ കാര്യം അവൻ ഓർക്കത്തില്ല. ഞാൻ പരമാവധി ചായ കൊടുക്കാതിരിക്കാനാണ് നോക്കുന്നത് കേട്ടോ. അവന് ചായ കുടിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഞാനവനിങ്ങനെ എപ്പോഴും ചായ കൊടുക്കത്തില്ല. വന്ന ഉടനെ പല്ല് തേപ്പിച്ചിട്ട് കാപ്പി, വെള്ളം എന്തെങ്കിലും കൊടുത്തിട്ട്, ചൂടുവെള്ളം കൊടുത്തിട്ട് പിന്നെ കാപ്പി എന്തുവാന്ന് വെച്ചാൽ അത് പയ്യെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ചായ കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പില്ലാണ്ടാവും. പിന്നെ നമ്മൾ നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പം ശരീരത്തിന് പിടിക്കാതെ വരും. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ചായ അല്ലെങ്കിലും കുട്ടികൾക്ക് കൊടുത്തുകൂടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രമേ ചായ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ ചെയ്യുന്നത്, നമ്മുടെ കറിവേപ്പിനൊക്കെ ഒരുമാതിരി ഒരു മങ്ങൽ പോലൊക്കെ വരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞായിരുന്നു വെളുത്തുള്ളിയും മഞ്ഞളും കൂടി വെളുത്തുള്ളി ചതച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി, പുഴുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊണ്ടുവന്ന് തളിച്ചു കൊടുത്തതാട്ടോ. എന്നിട്ട് വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. എൻ്റെ റൊട്ടീനൊന്നും ആരും കാണാതിരിക്കുമല്ലോ. എല്ലാ വീഡിയോസിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. ആ ഒരു മഞ്ഞ ബോക്സ് നമുക്ക് വേസ്റ്റ് ഇടാനുള്ളതാണ് കേട്ടോ. എന്താ പറയുക, നല്ല ബക്കറ്റായിരുന്നു. പക്ഷേ അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയി. ഒരു ദിവസം നീലൂട്ടനെടുത്ത് താഴെ എറിഞ്ഞതല്ല, അവൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴെ വീണതാണ്, അതിൻ്റെ അടപ്പങ്ങ് പൊട്ടിപ്പോയി. പിന്നെ അത് ഇവിടെ വന്നതിന് ശേഷം വേസ്റ്റ് ഇടാനായിട്ട് എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചായ കുടിക്കും കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഡൈനിങ് ടേബിളിലൊക്കെ പോയിരുന്ന് പത്രമൊക്കെ വായിച്ച് സമാധാനത്തോടെയാണ് ചായ കുടിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ചായയും കുടിക്കുമെന്ന്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട്
അങ്ങോട്ട് ചെന്നിരുന്നപ്പം ചേട്ടായി ചോദിച്ചു, നീ ഫ്രീ ആയിട്ടിരിക്കുവാണോ എന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പണി വരുന്നുണ്ട് അവറാച്ചാന്ന്. അപ്പോൾ ഒരു ഷർട്ടും പാൻറ്റും എടുത്ത് ഇട്ട് നിന്നിട്ട് പറഞ്ഞു, തേച്ചോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് തേക്കാൻ തുടങ്ങി. ഷർട്ട് തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേനും നീലൂട്ടൻ എഴുന്നേറ്റ് വന്ന് അവിടോട്ട് ഇരുന്നു. അവന് ഞാൻ ഇച്ചിരി വെള്ളം കൊടുത്തു കേട്ടോ, ഇച്ചിരി ചൂടുവെള്ളം കൊടുത്തു. അതും കുടിച്ചിട്ട് ഇതാ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഷർട്ടും പാൻറ്റും ഒക്കെ തേക്കുന്നതും കണ്ടുകൊണ്ട്. അങ്ങനെ വന്നിരിക്കുമ്പോഴത്തേനും അവന് പല സംശയങ്ങളാവും. ഇതെന്തുവാ അമ്മ ഇതെന്തുവാ എന്നൊക്കെ ചോദിച്ചിട്ട് പലതും ചൂണ്ടിക്കാണിക്കും. പിന്നെ ഞാൻ നീലൂട്ടന് വേണ്ടിയിട്ട് മീൻകറിക്ക് നല്ല എരിയുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അവൻ കഴിക്കത്തില്ല. കറിയില്ലാതെ എങ്ങനെ അപ്പം കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് കൊല്ലം സ്റ്റൈൽ ചമ്മന്തിയാണ് കേട്ടോ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന ചമ്മന്തിയാണേ. പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് വിജയമാമൻ്റെ കടയിൽ നിന്ന് അപ്പവും ചമ്മന്തിയും കിട്ടുമായിരുന്നു, നല്ല വാഴയിലയിൽ പൊതിഞ്ഞ്. അതായിരുന്നു രാവിലെ കാപ്പിക്ക് വാങ്ങിച്ച് അമ്മയൊക്കെ വാങ്ങിച്ച് തരുന്നത്. വീട്ടിലങ്ങനെ കാപ്പിയൊന്നും എടുക്കാറില്ലായിരുന്നു. അമ്മയും ഒക്കെ പഴങ്കഞ്ഞിയും ഒക്കെ ആയിരുന്നു കുടിക്കുന്നത്. ഇല്ലെങ്കിൽ ഉച്ചക്കലത്തേന് വെക്കുന്ന ചോറാണ് രാവിലെ തന്നെ എടുക്കുന്നത്. രാവിലെ അത് കഴിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ വിജയമാമൻ്റെ കടയിൽ നിന്ന് അപ്പവും ചമ്മന്തിയും കിട്ടുമായിരുന്നു, അത് എനിക്ക് വാങ്ങിച്ച് തരുമായിരുന്നേ. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കഴിച്ച് എനിക്ക് അപ്പത്തിൻ്റെ കൂടെ വേറെ ഏത് കറിയും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവത്തില്ല. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ എത്ര അപ്പം വേണമെങ്കിലും കഴിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് വീട്ടിൽ അമ്മ ഉണ്ടാക്കും കേട്ടോ. ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചുമന്നുള്ളിയും തേങ്ങയും കൂടെ മിക്സിയിലിട്ട് ചതച്ചിട്ട് കടുക് വറുത്ത് കടുകിട്ട് എന്താ പറയുക, വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് മൂപ്പിച്ച് അതിലോട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കും. അതാണ് നമ്മുടെ ചമ്മന്തി എന്ന് പറയുന്നത്. കൊല്ലം സ്റ്റൈലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അത് കഴിഞ്ഞ് നീലൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടായി ജോലിക്കൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ ഒരു കൊറിയർ വന്നു. കൊറിയർ എന്താണെന്ന് വെച്ചാൽ നീലൂട്ടനുള്ള കൊറിയറാണ് കേട്ടോ. അതൊരു ബുക്കാട്ടോ, മാജിക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കാണ്. അതിൽ നമുക്ക് എഴുതി പഠിക്കാനുള്ള സംഭവമുണ്ട്. 4 ബുക്കുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് 4 ബുക്കുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒരു ബുക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. എന്തെങ്കിലും ആൽഫബറ്റോ ഇല്ലെങ്കിൽ നമ്പേഴ്സൊക്കെ ഉള്ള ഒറ്റ ബുക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 4 ബുക്കുണ്ട് കേട്ടോ. ആൽഫബറ്റ്സ് ഉണ്ട്, മാത്സ് പഠിക്കാൻ, നമുക്കിപ്പം 1+1=2 അങ്ങനെ പഠിക്കാനുള്ള ബുക്ക്, പിന്നെ ഡ്രോയിങ് വരയ്ക്കാനുള്ളത്, പിന്നെ ഇത്രയും സാധനങ്ങൾ: ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, ഡ്രോയിങ്, മാത്സ്, ഇത്രയും 4 ബുക്കാണ് കേട്ടോ ഉള്ളത്. അപ്പം അതിൽ ഒരു പേനയും വരുന്നുണ്ട്, അതിൻ്റെ റീഫില്ലും വരുന്നുണ്ട്. അതിൻ്റെ 4-5 റീഫില്ല് വരുന്നുണ്ട്, ഒരു പേനയും. പിന്നെ പേനയുടെ അറ്റത്തായിട്ട് ആ ഒരു പിങ്ക് കളർ കാണുന്നില്ലേ, അത് ഇവർക്ക് കുഞ്ഞി പിള്ളേരല്ലേ, 3 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കുള്ള ബുക്കാണ് കേട്ടോ ഇത്. പ്രീ സ്കൂൾ ബുക്കാണ്, പ്രീ സ്കൂൾ സ്റ്റുഡൻസിനുള്ള ബുക്കാണ് കേട്ടോ. അവർക്ക് ലേണിങ്ങിന് വേണ്ടിയിട്ട്, അവർക്കിപ്പം കൈ വഴങ്ങാൻ വേണ്ടി, പെൻസിൽ പിടിച്ച് എഴുതാനുള്ള ആ ബലം കൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേനയും ഒരു ബുക്കുമാണ് കേട്ടോ. അവർ വരച്ച് പഠിക്കും, അങ്ങനെയുള്ളൊരു ബുക്കാട്ടോ. കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം റൈറ്റ് സൈഡിൽ അവർക്ക് വരയ്ക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് 4 ബുക്കിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ കുറേ ആക്ടിവിറ്റീസ്, അവർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളും ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ബുക്കാണ് കേട്ടോ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെത്. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ആൽഫബറ്റ്സിൻ്റെ ബുക്കാണ് കേട്ടോ. പ്രീ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത് ബുക്കാണ് കേട്ടോ. അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ABCD ക്യാപിറ്റൽ ലെറ്ററും കൊടുത്തിട്ടുണ്ട്, സ്മോൾ ലെറ്ററും കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് ആ ഒരു ലൈനിൽ നോക്കി വരയ്ക്കും പോലെ എഴുതി പഠിക്കുക കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കുറേ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പടം കൊടുത്തിട്ട് അതിൻ്റെ പേരുകളും കൊടുത്തിട്ടുണ്ട്. നീലൂട്ടൻ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനത് അംഗൻവാടിയിൽ എനിക്ക് തോന്നുന്നു ടീച്ചർ പഠിപ്പിക്കുന്നതായിരിക്കും. അവനതൊക്കെ നോക്കി തന്നെ പറയുന്നുണ്ട്. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ മെയിൻ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കിത് അവർ എഴുതുമല്ലോ, ഇതിൽ ABCD ആണെങ്കിലും 1 2 3 ആണെങ്കിലും എഴുതി പഠിക്കുമ്പോൾ അത്
എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ആ എഴുതിയതങ്ങ് തനിയെ മാഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ ബുക്ക് കീറാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അത് പേരൻസ് ശ്രദ്ധിക്കണം. കീറാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറേ നാൾ ഈ ഒരു ബുക്ക് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ആക്ടിവിറ്റീസിനാണെങ്കിലും എഴുതി പഠിക്കുന്നതിനാണെങ്കിലും മാത്സൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനുള്ളതുണ്ട്. പക്ഷേ മാത്സൊന്നും നീലൂട്ടൻ ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളല്ല. അവനിപ്പോൾ ഡ്രോയിങ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ലേൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് മാത്സ് ഞാനിപ്പോൾ തൊടുന്നില്ല കേട്ടോ. അവൻ ഓൾറെഡി ഇവിടെ നമ്പേഴ്സ് എഴുതി പഠിച്ചിട്ടുണ്ട്. 0, 1, 2, 3, 4 വരെ അവനിപ്പോൾ അറിയാം കേട്ടോ. 5ലോട്ട് കടന്നിട്ടില്ല. ഓരോന്നും ഓരോ ദിവസങ്ങളിലായിട്ട് ഞാനിങ്ങനെ ചുമ്മാ അവൻ ഒരുപാട് കാർട്ടൂണിലോട്ടാവുന്നതിന് പകരം ഞാനിങ്ങനെ ഓരോന്നൊക്കെ എഴുതി പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ആക്ടിവിറ്റീസ് അവർക്ക് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും കുറേ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബുക്കിൻ്റെ ഈ 4 ബുക്കിൻ്റെയും ഒരൊറ്റ നമുക്ക് പർച്ചേസിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബുക്കിൻ്റെ കാര്യങ്ങൾ, നമ്പേഴ്സും എല്ലാം. ഇത് സ്ട്രോബെറി, ഇത് ലെമൺ, ഇത് ഓറഞ്ച്. ഇതെന്തുവാന്നാ പറഞ്ഞേ? ബനാന. യെസ്, ഗുഡ് ബോയ്. ഈ ഒരു ബുക്കിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് കയറി നോക്കാം കേട്ടോ. വാങ്ങിക്കേണ്ടവർക്ക്, കുഞ്ഞു മക്കളുള്ളവരൊക്കെ ഒന്ന് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് തുണിയും കൂടെ വിരിക്കാനുണ്ടായിരുന്നു. ഉണങ്ങിയ തുണികൾ എടുത്തിട്ട് അവിടെ ആയിട്ട് വിരിക്കാനുള്ള തുണികളെല്ലാം എടുത്ത് വിരിച്ചു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ.